സൂര്യമംഗലത്തേക്കുള്ള നമ്മുടെ സ്ഥിരം റൂട്ട് ക്ലോസ്ഡാ. റോഡ് ക്ലോസ് ചെയ്തോ? നമ്മളിനി ഏത് വഴി പോവും? ഇനിയിപ്പോ ദേ ഈ റൂട്ടിൽ പോയേണ്ടി വരും. പക്ഷേ ഈ റൂട്ടിൽ നമ്മൾ ഇതുവരെ സൂര്യമംഗലത്തേക്ക് പോയിട്ടില്ലല്ലോ. നമുക്ക് പോയി നോക്കാം. ഷൈനി, നീ നാ മാപ്പ് ഇട്ടെ, നമുക്ക് ഈ റൂട്ടിൽ പോയി നോക്കാം. എടി ഗൂഗിൾ മാപ്പ് വർക്ക് ആവുന്നില്ല. കിരണേ, നീ ഇതിലെ തന്നെ വണ്ടി വിട്. കൺഫ്യൂഷൻ വരുന്നെങ്കിൽ നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം. നമുക്ക് ഈ വഴി തന്നെ പോണോ? എടാ, സൂര്യമംഗലത്തേക്ക് പോവാൻ വേറെ വഴിയില്ല. കിരണേ, നീ വണ്ടി വിട്. ആരവേ ആരവേ നീ എന്താ നോക്കുന്ന? നിനക്കെന്തു പറ്റി? നമ്മള് റൂട്ട് മാറിയപ്പോ ഇവന് ടെൻഷനായി കാണും. എന്താണ് നിന്റെ പ്രശ്നം? ഒരു പ്രശ്നമില്ല. ഇതുവഴി അധികം ആരും യാത്ര ചെയ്യാറില്ലാന്ന് തോന്നുന്നല്ലേ. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇതുവരെ ഒരു വണ്ടിയും കാണുന്നില്ല. ഈ റൂട്ടിലൂടെ രാത്രി അധികം അങ്ങനെ ആരും യാത്ര ചെയ്യാറില്ലെന്ന് കേട്ടിട്ടുണ്ട്. രാത്രിയിൽ ഇവിടെ എന്താ പ്രശ്നം? പ്രശ്നം എന്താണെന്ന് പറഞ്ഞാ നിങ്ങളാരും പേടിക്കരുത്. നീ ഞങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി കഥ ഉണ്ടാക്കുകയാണെങ്കിൽ അത് വേണ്ട കേട്ടോ. തിരിഞ്ഞിരിക്കെ. വെറുതെ പേടിപ്പിക്കുന്ന കാര്യമാണെങ്കിൽ പറയണ്ട. ഇപ്പൊ തന്നെ ഒന്നാമത് എല്ലാവരും കൂടെ പേടിച്ചിരിക്കുക. ആര് പേടിച്ചു? ഞങ്ങളാരും പേടിച്ചിട്ടൊന്നുമില്ല. മെഗ, നീ പേടിച്ചോ? ഞാൻ പേടിക്കാനും ഒരു രക്ഷ വന്ന് മുമ്പിൽ നിന്നാ പോലും എനിക്ക് പേടിയില്ല. കണ്ടോ? അതെന്താ പേടിയില്ലാത്ത? അതിനേക്കാളും വലിയ 4 വടയക്ഷര കൂടിയാണല്ലോ ഈ യാത്ര ചെയ്യുന്നത്. പിന്നെ ഇതിന് ഞാൻ പേടിക്കണം? ഓ, അങ്ങനെയാണോ? മോളെ മേഘേ, ഞങ്ങൾക്ക് പേടിയില്ലാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? ഇല്ല. ഞങ്ങൾ പേടിക്കാത്തതേ നിന്നെ പോലൊരു മറുതാ കൂടെ ഉള്ളതുകൊണ്ടാ. നിന്റെ കൂട്ടുകാരി നീയേ. അതെ, നിങ്ങൾ ഇങ്ങനെ വഴക്കിടാതെ. അപ്പൊ നിങ്ങൾക്കാർക്കും പേടിയില്ലേ? പക്ഷെ എനിക്ക് നല്ല പേടിയുണ്ട്. ഇതുവഴി പോലീസ് വരുമെന്ന്. ഒരു വണ്ടിയോ മനുഷ്യനോ ഇതുവരെ ഈ റോഡിൽ കണ്ടില്ല. പിന്നെ എങ്ങനെയാ പോലീസ് വരുന്നേ? നീ ആ സംഭവം എന്താന്ന് പറ. എല്ലാവരുടെയും ബോറടിന്ന് മാറട്ടെ. നടന്ന സംഭവമാണെന്നൊന്നും എനിക്കറിയില്ല. മുത്തശ്ശൻ പറഞ്ഞ കഥയാ. അതെന്ത് കഥയാ? ഇതുവഴി പോകുമ്പോ ഒരു കൊടും വളവുണ്ട്. ആ വളവിലെ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടിട്ടുണ്ട്.
കൊലപ്പെടുത്തിയെന്നാ? ഏത് സ്ത്രീയെ? ഹലോ, എന്തടി നിന്നെ വിട്ടുപോയ പേടി തിരിച്ചു വന്നോ? ഏയ്, ഇങ്ങനെയുള്ള സംഗതി കേൾക്കുമ്പോഴേ എനിക്ക് ദേഹം വല്ലാതെ വരും. എന്നാ പിന്നെ നീ വല്ലതും കഴിച്ചോണ്ടിരിക്കെ. വൃന്ദേ, നീ ബാക്കിയൂടെ പറ. ആരാ ആന്റിയെ കൊന്നത്? അവരുടെ ഭർത്താവല്ലോ ആണോ? അതൊന്നും അറിയില്ല. 50 വർഷം മുമ്പേ നടന്ന സംഭവം. ബാക്കി പറയണോ ആരവേ? നിനക്ക് പേടിയുണ്ടോ? ആരവന് പേടിയൊന്നുമില്ല, നീ പറ. ഇതുവഴി രാത്രി പോകുമ്പോഴേ കേൾക്കാൻ പറ്റിയ സ്റ്റോറി. നീ പറ, ബാക്കി കേക്കട്ടെ. രമണി എന്നായിരുന്നു ആ സ്ത്രീയുടെ പേര്. രമണിയുടെ കൊലപാതകം നടന്ന സ്ഥലം രമണി വളവെന്നാ അറിയപ്പെടുന്നത്. ആ സംഭവം നടന്നതിന് ശേഷം രാത്രിയിൽ ആരും ഇതുവഴി പോവാറില്ലായിരുന്നു. പോകുന്നവരെ രമണിയുടെ പ്രേതം പിടിക്കും. എന്താടി? നമ്മള് രാത്രിയിൽ ഇതൊരു പോയിക്കൊണ്ടിരിക്കുന്നേ. എടി, ഞാൻ പറയുന്നതേ 50 വർഷം മുന്നേ ഉള്ള സ്റ്റോറിയാ. പാതിരാത്രികളിലെ ആ വളവില് രമണി നിൽക്കുന്നത് കണ്ടവരുണ്ട്. ആണോ? ആ, രമണിയുടെ മുമ്പില് ഏതെങ്കിലും വാഹനം ചെന്ന് പെട്ടാ പിന്നെ ആ വാഹനം മുന്നോട്ട് പോവില്ല. അയ്യോന്റെ വണ്ടി. അതെന്താടി? രമണി ആ വാഹനം തകർത്തു കളയും. വാഹനം തകർക്കാൻ രമണി ആരാ? ആനയാണോ? അല്ല, രമണി പ്രേതോ. എത്രയോ പേര് രമണിയുടെ മുമ്പില് വാഹനം ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴും ആ വളവില് രമണിയുടെ പ്രേതം ഇറങ്ങാറുണ്ടോ? എന്തിനാ കിരണ ഇപ്പൊ നീ ഇത് അന്വേഷിക്കണേ? നിനക്ക് രമണിയുടെ പ്രയത്നം കാണണോ? നീ പേടിക്കണ്ട മേഘേ, ഇപ്പൊ രമണിയുടെ ശല്യമൊന്നുമില്ല. നമ്മുടെ മുത്തശ്ശന്റെ അച്ഛനാണ് രമണിയെ തളച്ചത്.